ഹായ് എല്ലാവർക്കും നാടുകാണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു പ്രത്യേകതരം ഡിഷ്, ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണിത്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് കറി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ളത് നമ്മൾ എടുത്തിരിക്കുന്ന ആദ്യം 3 ഉരുളക്കിഴങ്ങ് ഈ വലിപ്പത്തിലുള്ള ഒരു 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഇത് 2 തക്കാളി, പിന്നെ സവാള നമ്മൾ ഈ ഒരു വലിപ്പത്തിലാട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെ മതി, കാരണം നമ്മളിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ ഇത് കാഷ്യൂനട്ട്സ്, ഇത് കുറച്ച് പച്ചമുളക്, പിന്നെ വന്നിട്ട് ഇത് കുറച്ച് ഗരം മസാല, കുറച്ച് മീറ്റ് മസാല, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഇത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഇത് ജീരകം, പിന്നെ ഇത് പെരിഞ്ജീരകം, ഇത് കട മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, പിന്നെ എണ്ണ, ആവശ്യത്തിന് എണ്ണ. ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കാം. ആദ്യം തക്കാളി വലിയ വലിപ്പത്തിലൊന്നും അരിയണ്ട, ഒരു മീഡിയം സൈസിൽ, കാരണം നമ്മളിത് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കാനുള്ളതല്ലേ. അപ്പം വലിയ സൈസിലൊന്നും അരിയണ്ട, ഒരു മീഡിയം സൈസിൽ അരിഞ്ഞാൽ മതി. നമ്മൾ സവോളയും അതുപോണിക്കണം കേട്ടോ അരിഞ്ഞേക്കുന്നത്. ഒരു മീഡിയം സൈസിൽ സവോളയും ഇട്ടിട്ട്, പിന്നെ നമ്മൾ അതിനകത്തേക്ക് കാഷ്യൂനട്ടും കൂടി ഇട്ട് ഇത് 3 കൂടി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കും. ഒരു പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുക്കും. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കാഷ്യൂവും കൂടി ഇടുവാണ്. കാഷ്യൂവും കൂടി ഇട്ടിട്ട് ഇത് നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, അരച്ചെടുത്ത് വെച്ചു. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് അരിയാം. ഉരുളക്കിഴങ്ങും ഒരു മീഡിയം സൈസിലങ്ങ് അരിഞ്ഞാൽ മതി, ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ. ഒത്തിരി വലുതാക്കിയിട്ടുണ്ടെങ്കിൽ വേവാനും പാടായിരിക്കും. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞ് എടുത്താൽ മതി. നമ്മൾ സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പത്ത് വെക്കാം കേട്ടോ. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക കേട്ടോ. ഒരു ഇത് മതിയായിരിക്കും. ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. പിന്നെ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, നിങ്ങളുടെ ഇഷ്ടം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടായി, നമുക്കിനി ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം, പിന്നെ സാദാ ജീരകം, പിന്നെ ഇത് കുറച്ച് കടാ മസാല, ഇതെല്ലാം കൂടി നമുക്കിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. നമ്മുടെ കടാ മസാല ഇട്ട് ഒരു 2 മിനിറ്റ് അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിനകത്തേക്ക് ഇടാം. സവാള നന്നായിട്ട് ഒരു ബ്രൗൺ കളറൊക്കെ ആവുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അതാ നമ്മുടെ ഒരു പാകം നന്നായിട്ട് വഴന്ന് വരണം. സവാള ഏകദേശം ബ്രൗൺ കളറൊക്കെ ആയി. ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കണം. ഉരുളക്കിഴങ്ങും സവാളയും പിന്നെ നമ്മുടെ കടാ മസാലയൊക്കെ കൂടെ നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഇളക്കി, അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ്. നല്ല കളറ് വരുമെന്നുള്ളൂ, ഒത്തിരി എരിവ് കാണത്തില്ല. ഞാനൊരു 2 ടീസ്പൂണാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇനി അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലകൾ, ആദ്യം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗരം മസാല, പിന്നെ മീറ്റ് മസാല, പിന്നെ കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കണം. ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി ഒരു കുറച്ച് നേരം നമ്മൾ 2 മിനിറ്റ് അല്ല, ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ വെക്കുക.
ഇപ്പോൾ വരുന്നതുണ്ടോ, ഇതാണ് അതിൻ്റെ പാകം കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് വരും, നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മളൊരു 5 മിനിറ്റ് ഞാനിത് അടച്ച് വെച്ച് വേവിച്ചായിരുന്നു. അതിൻ്റെ മസാലകളുടെയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്ന വരെ. ഇനിയാണ് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയും സവോളയും പിന്നെ കാഷ്യൂനട്ടും കൂടി അരച്ച് വെച്ചിട്ടില്ലേ, അത് നമ്മൾ ഇതിനകത്തേക്ക് ഇപ്പം ഒഴിക്കുക. നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിക്കണം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പിന്നെ നമ്മളതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 ടീസ്പൂൺ, ചെറിയ ടീസ്പൂൺ ഉപ്പ് മതിയാവും. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമ്മളിത് ഒരു ഇനി ഉരുളക്കിഴങ്ങ് വേവണമല്ലോ, അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് അടച്ച് വെച്ച് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. ഇതപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞാൽ അപ്പത്തിൻ്റെയും അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി നമുക്കിപ്പോൾ ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇതാണ് നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും പിന്നെ മല്ലിയില, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മല്ലിയിലയൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും